കഴിഞ്ഞ 25 വർഷത്തോളമായി സംസ്ഥാനത്തെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഭജനയും ആധ്യാത്മിക പരിപാടികളും അവതരിപ്പിക്കുകയാണ് ഒരു വനിതാ കൂട്ടായ്മ. മോറാഴ ഒഴക്കം സ്വദേശിനി പി.സി. ഗിരിജയുടെ നേതൃത്വത്തിലുള്ള വൈഖരി ഭജന സമിതി ഇതിനോടകം 400ഓളം ക്ഷേത്രങ്ങളിലാണ് ഭജന അവതരിപ്പിച്ചത്. വിവിധയിടങ്ങളിലെ അമ്മമാരെ ഒരുമിച്ച് ചേർത്താണ് കൂട്ടായ്മ മുന്നോട്ടു പോകുന്നത്. സംസ്ഥാനത്തെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഈ അമ്മമാർ ഭജനയും ആധ്യാത്മിക പരിപാടികളും അവതരിപ്പിച്ചിട്ടുണ്ട്. നാരായണീയ പാരായണം ഉൾപ്പെടെയുള്ളവയാണ് അവതരിപ്പിക്കുന്നത്. മോറാഴയിലെ പി.സി. ഗിരിജയാണ് പരിശീലനം നൽകുന്നത്. വായിക്കുന്നത് നാരായണീയം, ഭഗവത്ഗീത, സൗന്ദര്യലഹരി, ദേവി മഹാത്മ്യം, പിന്നെ ഒരു ഭജനൻ്റെ ഗ്രൂപ്പുണ്ട്. പക്ഷേ ഇതൊന്നുമില്ല, ഉപകരണമൊന്നും വെച്ചിട്ടുള്ളതല്ല. അത് ആഗ്രഹമുണ്ട്, വെക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ടത്. ഇപ്പോഴും 42 ഉണ്ട്. ഞങ്ങൾ അതിലും കൂടുതൽ ഉണ്ടായിരുന്നു. പക്ഷേ കുറേ ആളുകൾ കുട്ടികളെ പഠിപ്പ് നല്ല മറ്റിപ്പം വിട്ടു നിൽക്കുന്നുണ്ട്. എന്നാലും പിന്നെയും വരാമെന്ന് പറയുന്നുണ്ട്. ശബരിമലയിലും പോയിട്ടുണ്ട്. ഒപ്പം ഗുരുവായൂർ ഉൾപ്പെടെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലും ഒന്നിലധികം തവണ പോയി. ചെറുതും വലുതുമായ 400ഓളം ക്ഷേത്രങ്ങളിൽ ഭജന അവതരിപ്പിക്കാനായെന്ന് അമ്മമാർ പറയുന്നു. ഒത്തുചേരുമ്പോൾ ഏറെ സന്തോഷവും സമാധാനവുമാണെന്ന് ഇവർ പറയുന്നുണ്ട്. വരുമാനമൊന്നും പ്രതീക്ഷിക്കാതെ സ്വന്തം കയ്യിൽ നിന്നും പണം ചിലവാക്കിയാണ് ഇവർ പലയിടത്തേക്കും പോകുന്നത്. കൂട്ടായ്മ വിനോദയാത്രയും സംഘടിപ്പിക്കാറുണ്ട്. വസ്ത്രധാരണത്തിലും ഒത്തൊരുമയുണ്ട്. ടി.എൻ. ബാലകൃഷ്ണൻ, പി. രവീന്ദ്രൻ ഉൾപ്പെടെയുള്ളവരാണ് ഇവരെ ക്ഷേത്രങ്ങളിൽ എത്തിക്കാൻ വഴികാട്ടിയാവാറുള്ളത്. ശബരിമലയും ഗുരുവായൂരും ഉൾപ്പെടെ സംസ്ഥാനത്തെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഗിരിജാമ്മയുടെ നേതൃത്വത്തിൽ ഈ അമ്മമാർ നാരായണീയ പാരായണം ചെയ്തിട്ടുണ്ട്. എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഈ വനിതാ കൂട്ടായ്മ മുന്നോട്ടു പോകുന്നത്. നികേഷ് താവത്തിനോടൊപ്പം ഷരിമരാജൻ, കണ്ണൂർ വിഷൻ.